വെൽക്കം ബാക്ക് ടു എൻചാൻഡൽ ലേണിംഗ് വിത്ത് നാസർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്നും HSA നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൈലം പോർഫിറ അല്ലെങ്കിൽ അതിന്റെ സ്പോഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കി. പിന്നെ ഫൈലം സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയൻസിനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈലം ടീനോഫോറയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ക്ലാസ് ഉപയോഗപ്പെടുത്തുക. അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഫൈലം ടീനോഫോറയാണ്. അപ്പൊ എന്താണ് ഫൈലം ടീനോഫോറ? അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പോഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കി, ഫൈലം പോർഫിറയെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ അവയുടെ ലാർവയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായും രണ്ട് ലാർവയാണ് അവർക്കുള്ളത്. എന്താണ്? ആംഫിബ്ലാസ്റ്റുലയും പാരൻകൈമുലയും. എന്താണ്? ആംഫിബ്ലാസ്റ്റുലയും പാരൻകൈമുലയുമാണ് സ്പോഞ്ചസിലെ ലാർവ എന്ന് ഓർത്തു വെക്കുക. എന്താണ്? ആംഫിബ്ലാസ്റ്റുല ആൻഡ് പാരൻകൈമുല. അതാണ് സ്പോഞ്ചസ് അല്ലെങ്കിൽ ഫൈലം പോർഫിറയുടെ ലാർവ അറിയപ്പെടുന്നത്. പാരൻകൈമുല അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ്? ആംഫിബ്ലാസ്റ്റുലയും പാരൻകൈമുലയുമാണെന്ന് ഓർത്തു വെക്കുക. ഇനി അതുപോലെ തന്നെ സീലൻഡ്രേറ്റ്സിന്റെ ലാർവ അറിയപ്പെടുന്നത് പ്ലാനുല എന്നാണ്. സീലൻഡ്രേറ്റ്സിന്റെ ലാർവ അറിയപ്പെടുന്നത് പ്ലാനുല എന്നാണ്. മറ്റേതാണെങ്കിലോ സ്പോഞ്ചസ് അല്ലെങ്കിൽ പോർഫിറ ആണെങ്കിൽ ആംഫിബ്ലാസ്റ്റുല അല്ലെങ്കിൽ എന്താണ്? പാരൻകൈമുല ആണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഇന്ന് പുതിയതായിട്ടുള്ള കാര്യം പഠിക്കാം, ഫൈലം ടീനോഫോറ. അപ്പൊ ഫൈലം ടീനോഫോറയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ടീനോഫോറകൾ പൂർണ്ണമായും കടലിൽ ജീവിക്കുന്നവയാണ്, അല്ലെ? സീ അല്ലെങ്കിൽ കടലിൽ ജീവിക്കുന്നവയാണ് ഇവ പ്രധാനമായും സീ വാൽനട്ട്, കോംബോ ജെല്ലീസ് എന്നീ പേരുകളൊക്കെയാണ് അറിയപ്പെടുന്നത്. സീ വാൽനട്ട്, കോംബോ ജെല്ലീസുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്, കോംബോ ജെല്ലികൾ അല്ലെങ്കിൽ സീ വാൽനട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ടീനോഫോറ എന്ന് മനസ്സിലാക്കാം. കടലാണ് ഇവ പൂർണ്ണമായും കാണപ്പെടുന്നത്. ഇനി ഇവയുടെ സവിശേഷത നോക്കാം. ഇവയ്ക്ക് വ്യാസാർത്ഥ സമമിതിയാണ്, അല്ലെ? അപ്പൊ അതായത് മധ്യത്തോടെ ഏത് രീതിയിൽ കട്ട് ചെയ്താലും എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടും. വ്യാസാർത്ഥ സമമിതിയാണ്, അല്ലെങ്കിൽ ഏത് ഡയമീറ്റർ കൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതാണ്. അത്തരം ജന്തുക്കൾ നമ്മുടെ വ്യാസാർത്ഥ സമമിതിയുള്ളവയാണെന്ന് പഠിച്ചു. അപ്പൊ ഇവയ്ക്ക് വ്യാസാർത്ഥ സമമിതിയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ കലതലത്തിലുള്ള ഘടനയാണ്, ഇവരുടെ ശരീരഘടന എന്ന് പറയുന്നത് കലതലത്തിലുള്ള ഘടനയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ ഇതിന് ദ്വിപ്ലാസ്റ്റിക അതായത് ഇതിന്റെ ശരീരഭാരം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ലേയേഴ്സ് കൊണ്ടാണ്, അതായത് ദ്വിപ്ലാസ്റ്റികമാണെന്നും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ദ്വിപ്ലാസ്റ്റിക് ജന്തുക്കളാണെന്ന് ആര്? ഈ പറയുന്ന ഫൈലം ടീനോഫോറ എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അവയെ സീ വാൾനട്ട് അല്ലെങ്കിൽ കോംബോ ജെല്ലികൾ എന്നാണ് അറിയപ്പെടുന്നത്. അവ കടലിലാണ് പൂർണ്ണമായും കാണപ്പെടുന്നത്. അവയ്ക്ക് വ്യാസാർത്ഥ സമമിതിയാണ്, കലതലത്തിലുള്ള ഘടനയാണ്, അതുപോലെ ദ്വിപ്ലോപ്ലാസ്റ്റിക് ജന്തുക്കളാണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവയുടെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ ശരീരത്തിന്റെ ഭിത്തിയില് ശരീരത്തിന് പുറത്തായിട്ട് സീലിയോട് കൂടിയ 8 നിരകളുള്ള ചീർപ്പ് പാളികളെ കാണപ്പെടുന്നു. ഇവയാണ് കോംബ് പ്ലേറ്റ്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇവയുടെ ശരീരത്തിന് ഉപരിതലത്തില് എന്താണ്? സീലിയോട് കൂടിയ 8 നിരയുള്ള ചീർപ്പ് പാളികൾ കാണപ്പെടുന്നു. അതിനാണ് കോംബ് പ്ലേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് അവയ്ക്ക് സഞ്ചാരത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവയുടെ ശരീരത്തിന് ഉപരിതലത്തിൽ കാണപ്പെടുന്ന സീലിയോട് കൂടിയ 8 നിരകളുള്ള ചീർപ്പ് പാളികൾ കോംബ് പ്ലേറ്റ്സ് എന്നാണ് അവ അറിയപ്പെടുന്നത്. അവ ശരീരത്തിന്റെ അല്ലെങ്കിൽ അവയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് മനസ്സിലാക്കുക. ഇനി ഇവയിൽ കോശബാഹ്യ ദഹനം അതായത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും കോശാന്തര ദഹനം ഇൻട്രാസെല്ലുലാർ ഡൈജഷനും നടക്കുന്നതുകൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇവയിൽ എന്താണ്? കോശബാഹ്യ ദഹനം നടക്കുന്നു, അതുപോലെ തന്നെ കോശ ആന്തര ദഹനവും നടക്കുന്നു. അവരാണ് ഫൈലം ടീനോഫോറയിൽ നിന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇവയുടെ പ്രധാന മറ്റൊരു സവിശേഷത എന്ന് വെച്ചാല് ബയോലൂമിനൻസ് ആണ്, അല്ലെങ്കിൽ ജൈവ പ്രകാശമാണ് ഇവയുടെ മറ്റൊരു പ്രധാന സവിശേഷത. എന്താണ്? ബയോലൂമിനൻസ് അല്ലെങ്കിൽ ജൈവ പ്രകാശനം. ബയോലൂമിനൻസ് അല്ലെങ്കിൽ ജൈവ പ്രകാശമാണ് ഇവയുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് മനസ്സിലാക്കുക. ഇനി ടീനോഫോറുകൾ എന്ന് പറയുന്നത് ഉഭയലിംഗ ജീവികളാണ്, അതായത് ഹെർമാഫ്രോഡൈറ്റുകളാണ്. അതായത് ഒരു ജീവിയിൽ തന്നെ ആണും പെണ്ണും കാണപ്പെടുന്നു. അപ്പൊ ടീനോഫോറ എന്ത് തരം ജീവികളാണ്? ഉഭയലിംഗ ജീവികളാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവയെ ലൈംഗിക പ്രജനനം വഴി അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ് പ്രത്യുൽപാദനം, അല്ലെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്, ലൈംഗിക പ്രജനനം വഴിയാണ് ഇവയെ പ്രത്യുൽപാദനം നടക്കുന്നത്. ലൈംഗിക പ്രജനനം വഴിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. അതുപോലെ തന്നെ ഇവയുടെ ശരീരത്തിന് പുറത്ത് വെച്ചാണ് ഈ ബീജങ്ങൾ സംയോജിക്കുന്നത്. അതിനാൽ ബാഹ്യ ബീജ സംയോഗമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ശരീരത്തിന് പുറത്ത് വെച്ചാണ് ബീജങ്ങൾ സംയോജിക്കുന്നത്. അതുകൊണ്ട് ബാഹ്യ ബീജ സംയോഗമാണ് ടീനോസ്പോറയിൽ കാണപ്പെടുന്നത് എന്നൂടെ ഓർത്തു വെക്കുക. അപ്പൊ ബാഹ്യ ബീജ സംയോഗമാണ് എവിടെ കാണപ്പെടുന്നത്? ടീനോസ്പോറയിൽ കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരോക്ഷ ഭ്രൂണ വികാസമാണ്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഭ്രൂണം ഇവിടെ വികസിക്കുന്നത്. പരോക്ഷ ഭ്രൂണ വികാസമാണ് എവിടെ നടക്കുന്നത്? ടീനോസ്പോറയിൽ നടക്കുന്നത് കൂടെ ഓർത്തു വെക്കാം. ഇനി പ്ലൂറോബ്രാക്കിയ, അതുപോലെ ടീനോപ്ലാന, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങൾ ഓർത്തു വെക്കുന്നത്. പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന.
ഫ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് ഓർത്തു വെക്കുക. ഫ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ടീനോസ്പോറയെ കുറിച്ച് മനസ്സിലാക്കി. എന്താണ് ടീനോസ്പോറ എന്ന് പറയുന്ന ഫൈലം എന്താണ്? സമുദ്രത്തിലാണ് അവ കാണപ്പെടുന്നത്. ഇനി സീ വാലറ്റ് അല്ലെങ്കിൽ കോമ്പോജെലീസ് എന്ന് അവ അറിയപ്പെടുന്നു. അവയ്ക്ക് വ്യാസാർത്ഥ സമമിതിയാണുള്ളത്, പലതരത്തിലുള്ള ഘടനയാണുള്ളത്, ജിബ്രാസ്റ്റിക ജന്തുക്കളാണ് അവ എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവയുടെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ സീലിയോട് കൂടിയ ചീർപ്പ് എന്താണ് 8 നിരകളുള്ള ചീർപ്പ് പാളികൾ കാണപ്പെടുന്നു, അല്ലെങ്കിൽ കോപ്പ് പ്ലേറ്റ്സ് കാണപ്പെടുന്നു. അത് സഞ്ചാരത്തിന് സഹായിക്കുന്നു, മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇവയിൽ എന്താണ് ബാഹ്യമായിട്ട് അവയില് ദഹനം നടക്കുന്നു, അല്ലെ? ബാഹ്യമായിട്ട് ദഹനം നടക്കുന്നു. അതുപോലെ തന്നെ എന്താണ് കോശത്തില് ഉള്ളിലും ദഹനം നടക്കുന്നു. അതായത് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ വരെ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ജൈവ പ്രകാശം, അല്ലെ? എന്താണ് കോശബാഹ്യ ദഹനവും കോശാന്തര ദഹനം നടക്കുന്നു, അല്ലെങ്കിൽ എക്സ്ട്രായും ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവയിൽ എന്താണ് ലൈംഗിക അതിന്റെ മറ്റൊരു സവിശേഷത പറഞ്ഞത് ബയോലൂമിനൻസ്, അല്ലെങ്കിൽ ജൈവ പ്രകാശം എന്ന സവിശേഷത കാണപ്പെടുന്നത് ടീനോസ്പോറയിലാണ്, മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവയിൽ ലൈംഗിക പ്രജനനമാണെങ്കിൽ ലൈംഗിക പ്രജനനം വഴിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. അതുപോലെ ബാഹ്യ ബീജ സംയോഗമാണ് അവയെ നടക്കുന്നതും കൂടെ മനസ്സിലാക്കി വെച്ചു. ഇനി പ്രാഥമിക ഭ്രൂണം പരോക്ഷ ഭ്രൂണ വികാസമാണ് അവിടെ നടക്കുന്നതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഉദാഹരണമാണ് ഫ്ലൂറോബ്രാക്കിയയും ടീനോപ്ലാനയും കൂടെ ഓർത്തുവെക്കുക. അപ്പൊ ഫൈലം ടീനോസ്പോറ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഇനി നമുക്ക് അടുത്ത ഫൈലത്തിലോട്ട് പോകാം. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് പ്ലാറ്റിഹെൽമിന്തസിനെ കുറിച്ചാണ്, അല്ലെ? ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അവയെ പരന്ന വിരകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവയുടെ ശരീരം ഡോർസോ വെന്റലി ഫ്ലാറ്റൻ ആണ്, അതായത് പരന്ന ഒരു നാട് പോലെയാണ് കാണപ്പെടുന്നത്. അവയുടെ ശരീരം എന്താണ്? ഡോർസോ വെന്റലി ഫ്ലാറ്റൻ ആണ്, അല്ലെങ്കിൽ പരന്ന നാടക പോലെയാണ് കാണപ്പെടുന്നത്. പരന്ന വിരകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്, മനസ്സിലാക്കുക. ഇനി ഇവ പ്രധാനമായും എപ്പോഴും ഇത് കാണപ്പെടുന്നത് മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളില്, അല്ലെങ്കിൽ മനുഷ്യരുൾപ്പെടെ ജന്തുക്കളെ ശരീരത്തിനുള്ളില് പരാതങ്ങളായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. ഇവ പരാതങ്ങളാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എൻഡോ പാരസൈറ്റുകളാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവയുടെ മറ്റൊരു സവിശേഷത പറയുന്നത് ഇവയ്ക്ക് പരാതകളായതുകൊണ്ട് കൊളുത്തുകൾ കാണപ്പെടുന്നു, ഹുക്സുകൾ കാണപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ പല വസ്തുക്കളെയും വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സക്കേഴ്സും കാണപ്പെടുന്നു, വലിച്ചെടുക്കാൻ കഴിയുന്ന ഭാഗങ്ങളായ സക്കേഴ്സും കാണപ്പെടുന്നു. അതുപോലെ ഹുക്സുകളും കാണപ്പെടുന്നു. കാരണം ഇവ എന്താണ്? ഇവ പരാതങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവയുടെ മറ്റൊരു സവിശേഷത എന്താണ്? ദ്വിപാർശ്വ സമമിതിയാണ് ഇവക്കുള്ളത്. ദ്വിപാർശ്വ സമമിതിയാണ്. ഇനി അടുത്ത ത്രിബ്ലാസ്റ്റിക് ജന്തുക്കളാണ് ഇവ. അതായത് ശരീരത്തിന്റെ പാളികള് 3 പാളികൾ, ശരീരത്തിലെ 3 പാളികൾ കാണപ്പെടുന്നു. അതാണ് ശരീരം ഉണ്ടായിരിക്കുന്നത് 3 പാളികൾ കൊണ്ടാണ്. അപ്പൊ ത്രിബ്ലാസ്റ്റിക് ജന്തുക്കൾക്ക് ഉദാഹരണമാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, മനസ്സിലാക്കുക. ഇനി ഇവയുടെ ഘടന എന്ന് പറയുന്നത് അവയവ തലത്തിലുള്ള ഘടനയാണ്. ഇവയ്ക്ക് എന്ത് തരത്തിലുള്ള ഘടനയാണ്? അവയവ തലത്തിലുള്ള ഘടനയാണ് ഉള്ളത്. ഇനി ഇവയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവയ്ക്ക് ജ്വാലാകോശങ്ങൾ കാണപ്പെടുന്നു, ഫ്ലെയിം സെല്ലുകൾ കാണപ്പെടുന്നു. അപ്പൊ എന്താണ് ജ്വാലാകോശങ്ങൾ? ഈ ജ്വാലാകോശങ്ങൾ അല്ലെങ്കിൽ ഫ്ലെയിം സെല്ലുകൾ പ്ലാറ്റിഹെൽമിന്തസിന്റെ പ്രത്യേകതയാണ്. അതായത് ആന്തര സമസ്ഥിതി പരിപാലനം അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്നത് ജ്വാലാകോശങ്ങൾ അല്ലെങ്കിൽ ഫ്ലെയിം സെല്ലുകളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നൈട്രജനിക വിസർജ്യ വസ്തുക്കൾ ശരീരത്തിന് പുറന്തള്ളാൻ സഹായിക്കുന്നതും ഈ പറയുന്ന ഫ്ലെയിം സെല്ലുകൾ അല്ലെങ്കിൽ ജ്വാലാകോശങ്ങളാണെന്ന് ഓർത്തുവെക്കുക. ജ്വാലാകോശങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആന്തര സമസ്ഥിതി പരിപാലനം, ഓസ്മോ റെഗുലേഷൻ, അതുപോലെ നൈട്രജനിക വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുക. ഇത് രണ്ടുമാണ് ജ്വാലാകോശങ്ങളുടെ പ്രത്യേകതകൾ. ഈ ജ്വാലാകോശങ്ങൾ എവിടെ കാണപ്പെടുന്നു? ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ സവിശേഷതയാണ് ജ്വാലാകോശങ്ങൾ കൂടെ ഓർത്തുവെക്കുക. അടുത്തത് പ്ലനേരിയ എന്ന് പറയുന്ന ഇവയ്ക്ക് ഉദാഹരണമായി പ്ലനേരിയെ കുറിച്ച് മനസ്സിലാക്കാം. പ്ലനേരിയക്ക് ഉയർന്ന പുനരുദ്ഭവ ശേഷിയാണ് ഉള്ളതെന്ന് കൂടെ മനസ്സിലാക്കാം. അപ്പൊ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നതാണ് പ്ലനേരിയ. അവയ്ക്ക് ഉയർന്ന പുനരുദ്ഭവ ശേഷി, അതായത് ഏത് പാർട്ടും റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഉയർന്ന പുനരുദ്ഭവ ശേഷി ഉള്ളത് പ്ലനേരിയ. ആ പ്ലനേരിയ ഏതിൽ ഉൾപ്പെടുന്നു? ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി പ്രധാനപ്പെട്ട മറ്റു ഉദാഹരണങ്ങൾ ടേനിയ എന്ന് പറഞ്ഞാൽ ടേനിയ എന്താണ്? നാടവിരയാണ്. അതുപോലെ ഫാസിയോള, ലിവർ ഫ്ലൂക്കും ഏതിൽ വരുന്നതാണ്? പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നതാണ്. അപ്പൊ ടേനിയ നാടവിര, അതുപോലെ ഫാസിയോള, ലിവർ ഫ്ലൂക്കും ഏതിന് ഉദാഹരണമാണ്? ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നതാണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ നമ്മള് ഫൈലം ടീനോഫോറ മനസ്സിലാക്കി, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് മനസ്സിലാക്കി. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്പോഞ്ചസിനെ കുറിച്ച് മനസ്സിലാക്കി, അതുപോലെ സീനറൈറ്റ്സിനെ കുറിച്ചും മനസ്സിലാക്കി. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു കാര്യത്തിന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിച്ച പല കാര്യങ്ങളെയും മലയാള ടേംസ് ഫെമിലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത പോർഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പോർഷൻസ് ആണ് വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മാക്സിമം ഞാൻ ആ ക്ലാസ് എടുത്തു തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം മീ. താങ്ക് യു.